അപ്പോൾ എന്താ ഞാൻ അവിടെ ഒരു കല്ലുണ്ട്, അത് കാണാൻ വേണ്ടി പോകാൻ. അപ്പോൾ വീട്ടുകാർക്ക് പറഞ്ഞു, ഏയ് അവിടെ കല്ലൊന്നുമില്ല, വെറുതെ നിങ്ങൾക്ക് തോന്നലാണ്, എന്നാൽ നിങ്ങൾ ടോർച്ച് എടുക്കുന്നു. എനിക്കൊരു വാശിയായി. ഇപ്പോൾ അവർ ടോർച്ച് എടുത്ത് വന്നു. ഞങ്ങൾ ഈ കാട് തപ്പി തപ്പി ഞാൻ കറക്റ്റ് പോയിന്റിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ പോയി ഇതിങ്ങനെ ഡിവൈഡ് ചെയ്തിങ്ങ് മാറ്റിയപ്പോൾ ഒരു ബലിക്കല്ല്, ക്ഷേത്രത്തിൻ്റെ ബലിക്കല്ല്. ആദ്യമൊക്കെ നമുക്ക് ഈ ഇല്യൂഷൻസ് വരുന്നത് ചിലപ്പം നമുക്ക് ആൾക്കോൾ ഉപയോഗിക്കുമ്പോഴോ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. അതല്ലാത്ത സമയത്തൊന്നും നമുക്ക് ഇല്യൂഷൻസ് വരാം. നമ്മൾ ഇല്യൂഷൻസിനെ ശ്രദ്ധിക്കാറില്ല. അത് എല്ലാവർക്കും ഉണ്ടായിക്കോളും നിർബന്ധമൊന്നുമില്ല. എല്ലാവർക്കും ഉണ്ടായി. ഇത് ഒരാളെന്നോട് ഇത് ഈ കഥകൾ പറയുമ്പോൾ ഒരാൾ ചോദിച്ചു, എന്നെക്കുറിച്ച് താങ്കളൊന്ന് പറയുന്നു. അപ്പോൾ താങ്കളുടെ വീട് എവിടെയാണ്? എന്നോട് തൃപ്പൂണിത്തുറയാണ്. അല്ലല്ലോ, നിങ്ങളുടെ വീട് തഞ്ചാവൂരില്ലേ, നിങ്ങളുടെ അച്ഛന് കൊത്തുപണിയില്ലേ, ഇയാൾ എൻ്റെ കാൽക്കൽ വീണു. എനിക്ക് ഒരു ക്ഷേത്രമുണ്ട്, സ്വാമിജിയുടെ തൊട്ടടുത്തുള്ള ക്ഷേത്ര, ശിവക്ഷേത്ര. ഞാൻ അവിടെ ഇന്ന് പോയാലും ഞാൻ അങ്ങനെ വലം വെച്ച് ഒരു പോയിന്റിലെത്തുമ്പം പുറകിലുണ്ട് കേട്ടോ എൻ്റെ എക്സിബിഷൻ എന്നെന്നോട് ഇപ്പോഴും പറയും. ആ ക്ഷേത്രത്തിൻ്റെ സ്വാമിജിയുടെ, ചിദാനന്ദപുരി സ്വാമിജിയുടെ ആ ക്ഷേത്രത്തിൻ്റെ പിന്നിൽ ആ ക്ഷേത്രത്തിൻ്റെ അംശമുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. നമസ്തേ സർ. അങ്ങ് ഇസ്ലാമിൽ നിന്നാണ് ഹിന്ദു സനാതനധർമ്മ വിശ്വാസിയായിട്ട് മാറുന്നത്. പലപ്പോഴും ഇസ്ലാമിലെ വിശ്വാസങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് സനാതനധർമ്മത്തിൻ്റെ, ഇല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസ പ്രമാണങ്ങളും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ തന്നെ. പലപ്പോഴും ഇതിനെ പ്രത്യേകിച്ച് സെമിറ്റിക് മതം ഇതിനെ അന്ധവിശ്വാസമായിട്ടൊക്കെ കാണും. പാശ്ചാത്യരാണെങ്കിൽ ഇത് പേഗൻ വർഷിപ്പാണെന്നൊക്കെയാണ് പറയുന്നത്. ഇതിനകത്തുള്ള അത്ഭുതങ്ങളെ പറ്റി പോലും പലപ്പോഴും ഇവർക്കൊന്നും വിശ്വാസമില്ല, കെട്ടുകഥകളായിട്ട് മാത്രമാണ് പോകുന്നത്. സാറിനെ ശരിക്കും സ്വാധീനിച്ചത് ഈ പറയുന്ന ഹിന്ദുമതത്തിൻ്റെ മൂല്യങ്ങൾ ഒക്കെയാണല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇത്തരം അന്ധവിശ്വാസങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങക്ക് അതിനോട് എതിർപ്പൊന്നും തോന്നിയില്ലേ? എന്താണ് നമ്മൾ അന്ധവിശ്വാസം എന്ന് പറയുക? നമ്മൾ പറയുന്നത് സാധാരണയിൽ പറയുന്നു പ്രേതമുണ്ടോ ഭൂതമുണ്ടോ എന്നുള്ളത്. നമുക്കൊരു ശരീരമുണ്ട്, ശരീരത്തിനകത്തൊരു ആത്മാവുണ്ടെന്നാണ് ഹിന്ദുമതം പറയുന്നത്. ഈ ആത്മാവാണെങ്കിൽ സർവ്വവ്യാപിയുമാണ്. അതേപോലെ മനുഷ്യൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സാധന കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടെന്നും ഹിന്ദു, പ്രത്യേകിച്ച് സന്യാസിമാർ ധ്യാനത്തിലൊക്കെ പോയിട്ടും മെഡിറ്റേഷനിൽ വേറെ ലോകത്തേക്ക് പോകുന്നതൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. അത് അങ്ങനെ പോയവരും പലരുണ്ട്. ഇപ്പോഴും നമുക്കത് നിഷേധിക്കാൻ പറ്റിയിട്ടില്ല പല കാര്യങ്ങളും. ഇപ്പോൾ ഉദാഹരണത്തിന് ഗാന്ധിജി തന്നെ ഇടപെട്ടിട്ട് അന്വേഷണം നടത്തിയിട്ടുള്ള ഒരു ഇതാണ് പുനർജന്മത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ടല്ലോ. ഗാന്ധിജി തന്നെയാണ് അതിന് അന്വേഷണത്തിന് ഉത്തരവിട്ടതും അന്വേഷിച്ചു ആ പുനർജന്മം തെളിയിക്കപ്പെട്ടതുമാണ്. അങ്ങനെ അപ്പം ഞാൻ പറയുന്നത് ഒരു ഹ്യൂമന് നമുക്ക് 2 കണ്ണുണ്ട്, നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, ഇന്ദ്രിയങ്ങൾ വെച്ചിട്ട്, അല്ലാതെ ഒരു ഇന്ദ്രിയം കൊണ്ട് എനിക്ക് അനുഭവമുള്ളതാണ്. ആറാമേന്ദ്രിയം എന്ന് പറയുന്നത് ആറാമത്തെ ഒരു ഇന്ദ്രിയം നമുക്കുണ്ട്. അത് നമുക്ക് കാലദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാനും ഇപ്പുറത്തേക്ക് വരാനും പറ്റും. അപ്പോൾ തുറന്നു പറയാറ് ഇത് പലപ്പോഴും ഇൻടോക്സിക്കേഷനിലാണ് നമുക്ക് ഇത് ഫീൽ ചെയ്യുക. ഇപ്പം നമ്മൾ പറയാറില്ലേ, മദ്യപിച്ചു, നന്നായി മദ്യപിച്ചു കഴിഞ്ഞാൽ അയാൾ വേറെ എവിടെയും പോകുന്നുണ്ടേ. മദ്യലഹരി ഒരു നമ്മുടെ ബ്രെയിനിനെ ഒരു ഭാഗം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ വേറെ എന്തോ ആണ് ഇല്ലേ. അതുവരെയുള്ള ആളല്ല അയാൾ, വേറെയാണ്. പെരുമാറ്റം മാറും, ചിലപ്പോൾ ആൾ തന്നെ മാറും, വയലൻ്റ് ആവും. ഇതിപ്പം അയാൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടല്ല, ഒരു വേറെ ഡയമെൻഷനിലേക്ക് പോകുന്നതാണ് നമ്മുടെ ബ്രെയിൻ. അതേപോലെ നമുക്ക് മുൻകൂട്ടി സംഭവിക്കാൻ പോകുന്നത് പലരും പറയാറുണ്ടല്ലോ, ഇത് ഞാൻ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട്, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പോക്ക് ശരിയല്ല തോന്നിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, തോന്നലുകൾ ഉണ്ടാവാറുണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ. എന്നെ സംബന്ധിച്ചോളം മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങളുണ്ട്. ഒരുപക്ഷെ ഞാനിതിൻ്റെ പുറകെ കുറച്ച് ഓടിയ ആളാണ്. നമ്മൾ പഴയ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നപ്പം അന്ധമായിട്ട് ഇതിനൊക്കെ എതിർത്ത ആളുണ്ട്, ഏത് ചാത്തൻ വെച്ചതില്ല, കഴിവുകളില്ല എന്ന്. അപ്പം അന്നത്തെ കാലത്ത് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ പലതും ഇങ്ങനെ ഈ റിസർച്ച് ചെയ്തപ്പോൾ ചില കാര്യങ്ങൾ, ഇപ്പം ക്ഷേത്രത്തിലൂടെ രാത്രി ഇന്ന സമയത്ത് പോകാൻ പാടില്ല, പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും. അങ്ങനെ എൻ്റെ സുഹൃത്ത് പോയിട്ട് ഒരടി കിട്ടി പുള്ളിക്ക്. അവിടെ കിടന്ന് പിറ്റേന്നാണ് ബോധം വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം 5 പേരിലെ പാടുണ്ട്, ഇരുമ്പ് പോലത്തെ 5 തുടയിൽ വീണ പാട്. പിന്നീട് അത് മാഞ്ഞു പോയില്ല എന്നുള്ള, ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് മാഞ്ഞു പോയിട്ടില്ല.
പിന്നെ ഈ കിടന്നിടത്തുനിന്ന് നമ്മളെ പുറത്ത് കൊണ്ടിടുന്ന അതെ. സിസ്റ്റമില്ലേ, അതെൻ്റെ എൻ്റെ ഗുരുനാഥന് പറ്റിയിട്ടുണ്ട്. മരിച്ചുപോയി KK ചന്ദ്ര സാർ. അദ്ദേഹം എൻ്റെ അടുത്ത്, ഞാനിതിൽ ഒരു ഭ്രാന്തനായതുകൊണ്ട് ഇതിങ്ങനെ അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ഒരു വീട്ടിൽ പോയി കിടന്ന് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ അവിടുത്തെ കിണറിൻ്റെ സൈഡിലാണ് കിടക്കുക. എടുത്ത് കൊണ്ടുപോയി വയ്ക്കുന്നത്, ആരും അറിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയി. പിന്നെ പറയും കുറ്റിപ്പൊട്ടെന്ന് പറയും നമ്മൾ. ഇതൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർ ഈ കമൻറ്റ് വരും, അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയാണ് രാമസിംഹൻ എന്ന് പറയും. കുറ്റിപ്പൊട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പണ്ട്, അതായത് ഈ ഫോസ്ഫറസ് കത്തുക എന്ന് ശാസ്ത്രം പറഞ്ഞ സാധനമുണ്ടല്ലോ, ഈ ഫോസ്ഫറസ് കൃത്യം വെള്ളിയാഴ്ച വൈകുന്നേരം കത്തുന്ന ഒരു ഫോസ്ഫറസ് കത്തില്ലോ. എൻ്റെ അമ്മാമ്മയുടെ വീട്, അമ്മയുടെ വീട് ഇതേപോലെ അന്ന് ഈ മുള മുളയുടെ മേഞ്ഞിട്ടുള്ള വീടാണ്, അങ്ങനത്തെ വീട്ടിലാണ്. അപ്പം കുറച്ച് വലുപ്പം ഈ പൊട്ടനെ കാണാൻ ഞാനും പോയി. ഞങ്ങൾ പോയി ഒരു സമയമുണ്ട്, അതിന് തൊട്ട് ഒരു ഇടവഴിയുണ്ട്. നമ്മളൊരു ആ സമയമായപ്പോൾ കൃത്യമായിട്ട് ആ സമയത്ത് ഒരു ഫ്ലെയിം അതിങ്ങനെ ഓ എന്ന് പറഞ്ഞ് ഇങ്ങനെ കറക്റ്റ് ആ ഇടവഴി കൂടി പോകുന്നത്. നല്ല പ്രകാശമുണ്ട്, ചുറ്റും പ്രകാശമുണ്ട്, അതിൻ്റെ ചുറ്റും നമുക്ക് കാണാം, ഒരാൾ അവിടെ ഇല്ല. ഇത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇത് അങ്ങനെ ഉണ്ടാകുന്നു? ഇപ്പോൾ ചിലപ്പോൾ കാണില്ല, കാരണം ഈ പറയുന്ന ഈ ഇലക്ട്രിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇവരൊക്കെ ആയിട്ട് പോകും. പക്ഷെ അതുണ്ടായിരുന്നു. അതേപോലെ മറ്റൊരു എനിക്ക് എൻ്റെ അനുഭവമായിട്ടോ ഞാൻ പറയുന്നത്, അതിന് സാക്ഷികളുകൊണ്ടാണ് പറയുന്നത്. ഇപ്പം നമ്മൾ പറയും ഈ അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ടോ ജീവിതത്തിൽ. എനിക്ക് ആദ്യം അത്ഭുതം സംഭവിക്കുന്നത് മൂകാംബിക വെച്ചിട്ടാണ്. മൂകാംബിക ദേവിയോട് അതുകൊണ്ടാണ് ഇപ്പോഴും എനിക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ഉള്ളത്. ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ട് മൂകാംബികയിൽ 2 പ്രാവശ്യം പോകുന്നുണ്ട്, ഞാൻ നടന്നു. 3ാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും പോകുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കാശില്ല. അപ്പോൾ അവർ പറഞ്ഞു ടിക്കറ്റ് കാണും, ബാക്കി ഞങ്ങൾ എന്തായാലും റൂം എടുക്കണം. അപ്പോൾ അലിക്ക്, അന്ന് അലി അക്ബറാണ്, അലിക്ക് അവിടെ ഞങ്ങളുടെ കൂടെ കൂടാലോ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഞാൻ ടിക്കറ്റില്ല, കാരണം അത് അത്രയേ ഉള്ളൂ, ഈ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റില്ലേ. ആ കാശും കൊണ്ട് ഞാൻ അവിടെ പോകുന്നു. ഞങ്ങൾ മൂകാംബികയിൽ ഇറങ്ങി അവിടെ തൊഴുത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ കുടജാദ്രി പോകും. അപ്പോൾ റൂം വെക്കേറ്റ് ചെയ്തില്ല ഇവർ, കാരണം ഇത്രയും ലഗേജും കൊണ്ട് കുടജാദ്രി പോകാൻ പറ്റില്ല എന്നുകൊണ്ട് റൂം അവിടെ വെച്ച് സാധനമൊക്കെ അവിടെ വെച്ച് ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് ഞാൻ ചെരുപ്പ് ഈ കട്ടിൻ്റെ അടിയിൽ നിന്ന് എടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ എന്നോട് ചെരുപ്പ് പറയും, നല്ലൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്നെ ഇട്ടിട്ട് പോകണോ? എൻ്റെ മനസ്സിലങ്ങോട്ട് തോന്നുക. ശരി, നടന്നാൽ പോകുന്ന അതും കൂടി ഇടണം. അങ്ങനെ അവിടുന്ന് ഞാൻ ചെരുപ്പ് തള്ളി വെച്ചിട്ട് ചെരുപ്പില്ലാതെ ഇറങ്ങി. ശരീരം അന്നുകൊണ്ട് ശരീരത്തിലാണ് ചെരുപ്പ്. ഞാനതുകൊണ്ട് ഞാൻ വിചാരിച്ച് അത്ര വലിയ മലയൊന്നുമില്ല, ശബരിമല കയറിയുള്ള ആളല്ല, അപ്പോൾ അത് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല വിചാരിച്ച് അങ്ങനെ നടക്കാൻ തുടങ്ങി. അവിടെ ചെന്ന് നമ്മൾ കാല് ചുട്ടുപഴുത്ത്, ശരിക്കും പറഞ്ഞാൽ ഞാൻ കുടജാദ്രി എത്തുമ്പോഴത്തേക്കും എൻ്റെ കാല് കുമിളച്ചു, കാല് പൊള്ളി കുമിളച്ചു. എങ്ങനെയോ കഷ്ടപ്പെട്ട് ഞാൻ മറ്റേ മണ്ഡപം വരെ പോയി തിരിച്ച് വന്ന് രാത്രി ഉറക്കം വന്നില്ല. അവിടുന്ന് കമ്പിളി വെച്ച് കിടന്ന് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പുറത്ത് വന്നിരുന്നു, കാല് പഴുത്തിട്ട് എനിക്ക് ഉറക്കം. അപ്പോൾ എങ്ങനെ ഇറങ്ങുന്നുള്ളൂ. പിന്നെ അവിടുന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഏലിയാസ് ഉണ്ട്, പിന്നെ എൻ്റെ അസോസിയേറ്റ് ഉണ്ട് ദിലീപ്. ഇവരുടെ 2 പേരെയും ഷോൾഡറിൽ കൈ വെച്ചിട്ട് പെരുവിരൽ മാത്രം കുത്തിയിട്ടാണ് ഞാൻ താഴെ എത്തുന്നത്. താഴെ എത്തി നമ്മുടെ നദിയുടെ അടുത്തെത്തിയിട്ട് സൗവർണികയുടെ അടുത്തെത്തിയിട്ട് ഇവരെല്ലാം കുളിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങി. എനിക്കാണെങ്കിൽ കാലിങ്ങനെ പഴുത്ത് നിൽക്കുന്നതുകൊണ്ട് ഒരു മടി. അവസാനം 2 കൽപ്പിച്ച് ഞാൻ ഈ സൗവർണികയിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് കുറേ നേരം വെള്ളത്തിൽ നിന്ന്. എൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഡോക്ടർ നാസർ എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഞങ്ങൾ 5-6 പേരുണ്ട്. അങ്ങനെ ഞാൻ ഈ സൗവർണികയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് കരയ്ക്കലിരുന്ന് കാലിനടിയിൽ നോക്കുമ്പം ഒരു പാട് പോലും ഇല്ല. കുമളച്ച മുഴുവൻ കുമളച്ചാൽ ആ സ്കിന്ന് മാറിക്കിടക്കും. ഇവരൊക്കെ എൻ്റെ കാലയിൽ ഇങ്ങനെ തിരുമ്മി പിടിച്ചൊക്കെ നോക്കിയിട്ട് ഒരു സംഗതി കാണാനില്ല, 2 കാലിലും. അപ്പോൾ ഈ ഏലിയാസ് എൻ്റെ അടുത്ത് പറഞ്ഞു, അല്ലി നീ ഇനി നടക്കേണ്ടി വരില്ല കേട്ടോ. അങ്ങനെ തിരിച്ച് ഞാൻ അവിടെ നിന്ന് വന്ന് അപ്പം ചെയ്യുന്ന പടമാണ് ജൂനിയർ മാൻഡ്രേക്ക്. ജൂനിയർ മാൻഡ്രേക്ക് കഴിഞ്ഞപ്പം ആ പടം ഭയങ്കര സക്സസ് ആയി. ആ പ്രൊഡ്യൂസറുടെ കാറ് ഞാൻ മേടിച്ചു, ആദ്യമായിട്ട് മേടിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ വീട്ടിൽ നിന്ന് വാഹനം ഒഴിവായിട്ടില്ല. അപ്പോൾ അത് ഒരു വല്ലാത്ത അനുഭവമാണ്. കാരണം ആരോട് ഇത് ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞതെന്നറിയോ,
ഇത് കളവാന്ന് പറഞ്ഞാലും ഈ സാക്ഷ്യപ്പെടുത്താൻ ഇപ്പോഴും 5-6 പേര് ജീവിച്ചിരിപ്പുണ്ട്. ഒന്ന് തിരുവനന്തപുരം VSS സുനിലുണ്ട്, ഈ ഏലിയാസ് ജീവിച്ചിരിപ്പുണ്ട്, ദിലീപ് ജീവിച്ചിരിപ്പുണ്ട്, എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. അവരൊക്കെ അനുഭവമാണ്. അപ്പോൾ അത് മുതൽ അപ്പോൾ നമ്മളതൊരു നിമിത്തമായിട്ടെടുത്തു. പിന്നീട് എനിക്ക് അതേപോലെ അപ്പോൾ ഇത് ചില കാര്യം ഞാൻ പറഞ്ഞ അച്ചട്ട് പോലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ നോക്കിൻ്റെ അടുത്ത് അത് എനിക്കറിയില്ല. തോന്നൽ തോന്നിയാന്ന് തുടങ്ങി. ഈ തോന്നലുകൾ നമ്മൾ പിന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ നോക്കിയത് തോന്നൽ എന്താ. അങ്ങനെ ഉള്ള ഒരു അവസരത്തിലാണ് എനിക്ക് കോയമ്പത്തൂർ പോകണം. കോയമ്പത്തൂർ പോകാൻ വേണ്ടി ഞാനുണ്ട്, ഭാര്യയുണ്ട്, മദ്രാസിലുള്ള എൻ്റെ സുഹൃത്ത് ഡോക്ടർ നെടുങ്ങാടിയുണ്ട്. ഞങ്ങളെല്ലാം കൂടി കോയമ്പത്തൂർ പോകുന്ന വഴിക്ക് മലപ്പുറത്തെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കയറണം. അങ്ങനെ അവിടെ കയറി കുറച്ച് ബീറൊക്കെ കഴിച്ച് ഞാൻ ഈ ടെറസിൽ ഇരിക്കുക. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ തൊട്ടടുത്തൊരു കാടിന്ന് എന്നെ ഒരു കല്ല് വിളിക്കുക. ഞാനിവിടെ ഒരു കല്ലുണ്ട്, എന്നെ ഒന്ന് കാണും. ആദ്യം ഇല്യൂഷനായിരിക്കും തോന്നി. രണ്ടാമത് ഇപ്പം വീണ്ടും എന്നെ വിളിക്കുന്നു. മൂന്നാമത് എന്തോ കാര്യമുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നലുണ്ടായി. ഞാൻ താഴെ ഇറങ്ങി വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു മൊബൈലും കൊണ്ട് വന്നു. അപ്പോൾ എന്താ, ഞാൻ അവിടെ ഒരു കല്ലുണ്ട്, അത് കാണാൻ വേണ്ടി പോകാൻ. അപ്പോൾ വീട്ടുകാർക്ക് പറഞ്ഞു, ഹേയ് അവിടെ കല്ലൊന്നുമില്ല, വെറുതെ നിങ്ങൾക്ക് തോന്നലാണ്, എന്നാൽ നിങ്ങൾ ടോർച്ച് എടുക്കുന്നു. എനിക്കൊരു വാശിയായി. ഇപ്പോൾ അവർ ടോർച്ച് എടുത്ത് വന്നു. ഞങ്ങൾ ഈ കാട് തപ്പി ഞാൻ കറക്റ്റ് പോയിന്റിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ പോയി ഇതിങ്ങനെ ഡിവൈഡ് ചെയ്തിങ്ങ് മാറ്റിയപ്പോൾ ഒരു ബലിക്കല്ല്, ക്ഷേത്രത്തിൻ്റെ ബലിക്കല്ല്. അപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി, ആർക്കൊന്നും മിണ്ടാനില്ല. അപ്പോൾ അവിടെ വയസ്സായൊരു പണ്ട് ഞാൻ അവിടെ ആട് കൂടി വെക്കുന്നത് കണ്ടിട്ടുണ്ടോന്നു. അപ്പോൾ എന്തോ ഈ കല്ലും ഇതും എന്നെ വിളിച്ച് കാണിക്കേണ്ട എന്തോ ആവശ്യം അവിടെ ഉണ്ടെന്ന് തോന്നി. അവർ മുസ്ലിങ്ങളാണോ? ഹിന്ദുക്കളാണ്. അത് കഴിഞ്ഞ് ഞാൻ കോയമ്പത്തൂർ പോയി. അത് ഞാൻ വിടുകയും ചെയ്തു. പിന്നീട് അവിടെ ഡേ ടൈമിൽ ഒരു ദിവസം എനിക്ക് ചെല്ലേണ്ടി വന്നു. അപ്പോഴാണ് ഞാൻ കാണുന്നത് ഇവരുടെ വീടിൻ്റെ തൊട്ട് പുറകിൽ അവരുടെ കുടുംബക്ഷേത്രം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗത്ത് അത് തകർന്ന് കിടക്കുക. പിള്ളേരൊക്കെ അതിൻ്റെ ചവിട്ടി കളിച്ചിട്ട് അതിൻ്റെ കൽവിളക്കൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടുത്തെ പ്രതിഷ്ഠകൾ അത് അവിടെ എവിടെയൊക്കെ അമ്പലത്തിൽ കൊണ്ടുവച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കല്ല് എന്താണ് ഉദ്ദേശിച്ചതെന്ന്. എന്നെ വിളിച്ച് എന്തിനാണ്. അപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് സീരിയസ് മാറ്ററാണ്. ഇപ്പോൾ പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രത്തിൽ നിന്ന് കൃത്യമായിട്ടല്ല നിങ്ങൾ പ്രതിഷ്ഠ പറ്റി. അതും ഉഗ്രമൂർത്തികളുണ്ട്. അതായത് കാളി ഇങ്ങനെയുള്ള എല്ലാ കുട്ടിച്ചാത്തൻ ഇതൊക്കെ ഉള്ള സംഭവമായിരുന്നു. ഞാൻ പറഞ്ഞു കാരണം ഇവരുടെയൊക്കെ ഈ വെച്ച മക്കളുടെ വീടിൻ്റെയൊക്കെ കക്കൂസി ക്ഷേത്രത്തിന് നേരെ ചുറ്റും വീടുകളായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നില്ലെങ്കിൽ ക്ഷേത്രത്തിന് നിങ്ങൾ മതിൽ കെട്ടി അതിനെ സംരക്ഷിക്കണം. പിന്നെ ഈ ക്ഷേത്രവും ഈ കല്ലും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് ഈ പീരീഡിൻ്റെ സമയത്തൊന്നും ക്രോസ് ചെയ്ത് പോകരുത്. എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു അവർ. പിന്നെ അവർ വിട്ടു, ഇവരെ നോക്കിയില്ല. അത് കഴിഞ്ഞ് ഒരു 4-5 മാസം മുമ്പ് ഇവരെന്നെ വിളിച്ചു, ഞങ്ങൾ കെട്ടുകയാണ് സാറേ എന്ന് പറഞ്ഞു. ഈ മതിൽ കെട്ടുകയാണ്. അപ്പോൾ എന്താണ് ഇവർക്ക് ഒരാൾ പോലീസുകാരനാണ്, ഒരാൾ ഡോക്ടറാണ്, യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അവിടെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ടുള്ള സമയമില്ല. അത് കെട്ടി ഇപ്പോൾ സുഖമായി കാണും, എനിക്ക് അറിയില്ല. എന്നെ വിളിച്ചു. 13 വർഷം എടുത്തു സാറേ ഞങ്ങൾ തിരിച്ചറിയാൻ പറഞ്ഞു. 13 വർഷം കഴിഞ്ഞിട്ടാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അന്ന് എൻ്റെ കൂടെ വന്ന ഡോക്ടർ എന്നെ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, ഡൽഹിയിലേക്ക് അത്യാവശ്യം എടുത്ത് പോകണം, വിളി വരുന്ന ഓരോന്ന്. ശരി തരാം. ഞാൻ ഡൽഹി കണ്ടിട്ടില്ല അതിന് മുന്നേ. ശരി ഞാൻ അവർ ടിക്കറ്റ് ഇട്ട് തന്നു. ഞാൻ കയറി. ഞാൻ ഡൽഹിയിലെത്തി. അപ്പോൾ അവിടുന്ന് ഒരു വലിയ ടീമാണ്, ഞാൻ പേര് പറയുന്നില്ല, വലിയ ഒരു ഹോസ്പിറ്റലിൻ്റെ ഓണറാണ്. അവർ വണ്ടി അയച്ചു. ഞാൻ ആ വണ്ടി കയറി അവിടെ പോയി. വലിയൊരു 8 നില ഫ്ലാറ്റിൻ്റെ മുകളിൽ, അതും മൾട്ടിക്രോർ വലിയ ഫ്ലാറ്റാണ്. 5 ബെഡ്റൂം ഉണ്ടായിരുന്നു. ഡൽഹിയിലാണെങ്കിൽ വലിയ വിലയാവും. വലിയ കോടിക്കണക്കിന്. അന്നത്തെ എത്രയോ 10-20 വർഷമായി. ആ സമയത്ത് 8 കോടി ഇട്ടാണ് പറഞ്ഞ പ്രൈസ്. അപ്പോൾ അവിടെ ഞാൻ പോയി കിടന്നു. പിറ്റേന്ന് ഒരു 9 മണിയായപ്പോഴാണ് ഡോക്ടറും അവരെല്ലാം എൻ്റെ ഉറക്കം ഉണ്ടായിരുന്നു. ഞാൻ ഉറങ്ങാനേ പറ്റിയില്ല.
ഇവിടെ കിടന്ന ഉറക്കം വരില്ല പറഞ്ഞു. ആ അതെന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചത്. പരീക്ഷിക്കാൻ വിളിച്ചാണ് അവർ പറഞ്ഞ ഈ ഡോക്ടർ ഈ അനുഭവം ഉണ്ടല്ലോ അത് ഞാനിങ്ങനെ. അപ്പോൾ അത് നോക്കിയപ്പം ഞാൻ കണ്ടെത്തിയ ഒരു കാര്യങ്ങൾ, അപ്പോൾ ഞാനത് കാരണം ഞാൻ പറഞ്ഞു ഈ ചില പേരുകളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ കാര്യം കണ്ടെത്തി കാര്യം ഞാൻ പറഞ്ഞു അവിടുന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം അവരാദ്യം ഈ ഓണർ നിഷേധിച്ചു, ഞാൻ പറഞ്ഞ കാര്യം നിഷേധിച്ചെങ്കിലും തിരിച്ചു എന്നോട് പറഞ്ഞു, സാറിന് ഞാൻ ടിക്കറ്റ് തിരിച്ചിടുന്നത് ഡൽഹി ടു മദ്രാസ് ടു കാലിക്കറ്റാണ്. അപ്പോൾ ഞാൻ എന്തിനാന്ന്, അവിടെ എൻ്റെ ഒരു ബ്രദറിൻ്റെ ഒരു ഹോസ്പിറ്റൽ പണി നടക്കുന്നുണ്ട്, സാർ അവിടെയും കൂടി ഒന്ന് പോയി കാണണം. കണക്റ്റഡാ. ഞാൻ അവിടെ പോയി കണ്ടു. നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കില്ല, ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്ന് ഹോസ്പിറ്റലെല്ലാം കണ്ട് ഞാൻ തിരിച്ച് വണ്ടിയിൽ കയറുക, എയർപോർട്ടൊക്കെ പോകാൻ വണ്ടി കയറുമ്പോൾ മാഡം വിളിക്കുക. മാം വിളിച്ച് ചോദിച്ചു, അലിയെ എപ്പിടി ഇருக்கு ഇത്തം. ഞാൻ പറഞ്ഞു, ഇത് ഇനാഗറേഷൻ பண்ண முடியாது മാഡം, ഇത് ഇനാഗറേഷൻ பண்ண முடியாது, നടക്കാതെന്ന് പറഞ്ഞു. என்ன சார் நெக்ஸ்ட் மந்த்து இனாகரேஷன் பண்ண போகிறேன். അതെനിക്ക് தெரியாது, എനിക്ക് കണ്ടിട്ട് തോന്നിയ തോന്നലാണ്, ഇന്ന് വരെ ഇനാഗറേഷൻ വന്നില്ല. ആ ഹോസ്പിറ്റലിൽ പിറ്റത്തെ മാസം വലിയ പ്രളയം ഉണ്ടായില്ലേ, അതിൻ്റെ 2 ഫ്ലോർ വെള്ളത്തിൽ മുങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് അത് ഫൈനാൻഷ്യൽ പ്രോബ്ലമൊക്കെ വന്നിട്ട് അത് വേറൊരു ഫൈനാൻസിയേഴ്സ് പിടിച്ചെടുത്തു. അത് നമുക്കറിയില്ല. നമ്മൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് ചെല്ലുമുണ്ടാവുന്ന ഒരു ഫീലുണ്ട്. ചിലപ്പോൾ നമ്മുടെ മുന്നിൽ ആൾ വരും, നമ്മൾ കാണും. ഞാൻ കണ്ടിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ഞാൻ സ്മോക്കറാണ്. അപ്പം അവിടെ മറ്റേ എന്താണ് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്യാമ്പിന് പോയി ഞാൻ. അപ്പോൾ ഉച്ചയ്ക്ക് ബ്രേക്ക് കഴിഞ്ഞാൽ ഞാൻ ബ്രേക്ക് സമയത്ത് പോയിട്ട് പെട്ടെന്നൊരു സിഗരറ്റ് വലിക്കും. അവിടെ ഒരു കാർഡുണ്ട്. ഇതേപോലെ ഞാൻ അവിടെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ നമ്പൂരിമാരിങ്ങനെ ഈ ഇതൊക്കെ കെട്ടിയിട്ട് പോകുന്നതായിട്ട് എനിക്ക്. അപ്പം ഞാൻ തിരിച്ച് അവിടെ ജോസാണ് അവിടെ എൻ്റെ മാനേജർ പനയം പാലിയേറ്റീവ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ജോസ് എവിടെ അമ്പലം വല്ലതും ഉണ്ടോ ഇതിനകത്ത്? പറഞ്ഞു, ഞാൻ അവിടെ 10-20 കൊല്ലമായിട്ട് അവിടെ അമ്പലമില്ല, ഒന്നുമില്ല, അലിക്ക് വെറുതെ തോന്നിയെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പോകുന്നു. അടുത്ത മാസം ജോസ് അത്യാവശ്യം ഇവിടെ വന്നു. വീട്ടിൽ ഒരു 4-5 കിലോമീറ്റർ ഉള്ളായിരുന്നു ഞാൻ താമസിക്കുന്നത്. ഞാൻ സ്കൂട്ടർ എടുത്ത് നേരെ പോയി, വാ സംഗതി കാണിച്ചാൽ മതി. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഞാൻ കാണുന്ന അതേ വിഷ്വല്. ഞാൻ ജോസിനോട് പറഞ്ഞു, ഇങ്ങനെ നമ്പൂരിമാർ നടന്നു പോയിട്ട് നിന്ന് അതിനകത്തൊരു അമ്പലം ഉണ്ടായിരുന്നു പോലും. ഞാൻ കാണുന്ന വിഷ്വൽ അതാണ്. അപ്പം ജോസ് പറയാ, രാവിലെ മുതൽ ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുക, അവിടെ നമ്പൂരിമാർ. അന്ന് അലി പറഞ്ഞത് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് വിളിച്ചത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ പറയാം? ശരിക്കും കണ്ടോ പുള്ളി കണ്ടു? അല്ല, നടന്നു. അവിടെ അമ്പലം ഉണ്ടായിരുന്നു, അതിൻ്റെ പണി നടക്കുന്നു. ഈ അമ്പലം അവിടെ ഉള്ള കാര്യം ഇയാൾക്ക് അറിയില്ലായിരുന്നു, എനിക്കും അറിയില്ല. കാടാണ്. അതിൻ്റെ റിയലായിട്ട് ഞാൻ കണ്ടത് എന്തോ ഞാനിത് പറഞ്ഞു ജോസിനോട്, ഞാൻ ഇങ്ങനൊരു കാഴ്ച കണ്ടു, അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറഞ്ഞു. ജോസ് ഹിന്ദു അല്ലല്ലോ, ക്രിസ്ത്യാനിയാണ്. അപ്പോൾ അത് ജോസിന് സ്ട്രൈക്ക് ചെയ്തു. ജോസ് അന്ന് ഉച്ചയ്ക്ക് പോകുമ്പോൾ ഇത് കാണുകയാണ്, അപ്പോഴാണ് എന്നെ വിളിച്ച് കാണിക്കുന്നത്. അപ്പം നമ്മളിതെങ്ങനെ കണ്ടു, ഞാൻ എങ്ങനെ അറിഞ്ഞു? നമുക്ക് ഉത്തരം തരാത്ത പല ഘടകങ്ങളും. ഇതാര് എന്നോട് പറഞ്ഞു, അത് അങ്ങനെ ഞാൻ ഇതൊക്കെ സാക്ഷിയാണ്. ജോസ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പീനാ പാലിയേറ്റീവ് ജോസ് ഇന്നും പീനാ പാലിയേറ്റീവിൻ്റെ വർക്കുമായിട്ട് നടക്കുന്നതാണ്. എൻ്റെ ഓരോ അനുഭവങ്ങളുടെ സാക്ഷികളുണ്ട് ഇവിടെ. അപ്പം ഞാൻ സന്യാസിയല്ല, സാധാരണ ഒരു മനുഷ്യനാണ്. ആദ്യമൊക്കെ നമുക്ക് ഈ ഇല്യൂഷൻസ് വരുന്നത് ചിലപ്പം നമുക്ക് ആൾക്കോൾ ഉപയോഗിക്കുമ്പോഴോ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. അതല്ലാത്ത സമയത്തൊന്നും നമുക്ക് ഇല്യൂഷൻസ് വരാം. നമ്മൾ ഇല്യൂഷൻസിനെ ശ്രദ്ധിക്കാറില്ല. അത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്ന നിർബന്ധമൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ടായി. ഇത് ഒരാളെന്നോട് ഇത് ഈ കഥകൾ പറയുമ്പോൾ ഒരാൾ ചോദിച്ചു, എന്നെക്കുറിച്ച് താങ്കളൊന്ന് പറയുന്നു. അപ്പോൾ താങ്കളുടെ വീട് എവിടെയാണ്? എന്നോട് തൃപ്പൂണിത്തുറയാ. അല്ലല്ലോ, നിങ്ങളുടെ വീട് തഞ്ചാവൂരില്ലേ, നിങ്ങളുടെ അച്ഛന് കൊത്തുപണിയില്ലേ, ഇയാൾ എൻ്റെ കാൽക്കൽ വീണു. എന്നാ നിർത്തുന്ന ലാസ്റ്റ് ഞാൻ. അന്നൊരു അബദ്ധം കൂടി പറ്റി. ലാസ്റ്റ് ഈ
പിന്നെ ഞാൻ ഇവിടേക്ക് ലാസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞ മദ്രാസിലാണ്ട് പോകും. അതെനിക്ക് വല്ലാതെ ഷോക്കായി. ഞാൻ പറഞ്ഞു ആ ഹോസ്പിറ്റലിൽ നടന്നില്ല. രണ്ടാമത് ഈ പറയുന്ന ആൾ ഇത് പറഞ്ഞപ്പോൾ ഇയാൾ കാലിക്കൽ വീണിട്ടപ്പോൾ അടുത്ത ആൾ ചോദിച്ചു, എന്നാൽ എന്നെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ 4 മക്കളല്ലെന്ന് ചോദിച്ചു. ഞാൻ ഇല്ല ഞങ്ങൾ 2 ഉള്ളൂ. ഞാൻ ചോദിച്ചു പയ്യന്നൂരുടെ 2 എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഇത് പറഞ്ഞിട്ടാണ് എനിക്ക് ആ കൂടി വിഷമമായി. ഞാൻ സ്കൂട്ടർ എടുത്ത് വീട്ടിൽ പോയി. വീട്ടിൽ ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു. ഒരു സുഹൃത്തിൻ്റെ റൂമിലായിരുന്നു. എടാ അതുള്ളതാണ്, അവിടെ ഇവിടെ അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്, ഇവിടുന്ന് തെറ്റി അവിടെ പോയി അതിൽ 2 കുഞ്ഞുങ്ങളുടെ തന്നെ. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ എഴുതി തള്ളുന്ന കാര്യം, ഇപ്പോൾ ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിവാദികളെല്ലാം കൂടി വന്നിട്ട് എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എൻ്റെ ഇത് പറ്റില്ല. നമുക്ക് അവിടെ ഇപ്പം നിങ്ങൾ തെയ്യം കെട്ടിയിട്ടുണ്ട്, ഞാൻ തെയ്യം കെട്ടിയിട്ടുണ്ട്, ഉറഞ്ഞിട്ടുണ്ട്. ഞാൻ നാടകത്തിന് വേണ്ടി കെട്ടിയതാണ്. സാധാരണ ഒരു ചെണ്ടയെ വായിക്കുക. കൊടുവള്ളി നാടകം കളിക്കുമ്പം സ്കൂളിലെ നാടകമാണ്. തെയ്യം കെട്ടി ആടിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് 2 ചെണ്ട വായിച്ചു. ഒരു 4 മിനിറ്റ് നേരത്തേക്ക് എൻ്റെ സംഗതി കംപ്ലീറ്റ് വിട്ടു. ഞാനൊരു പീഠത്തിൻ്റെ മുകളിൽ നിന്ന് പമ്പരം കറങ്ങുന്നതായിട്ട് തുള്ളിയിട്ടുണ്ട്. അവസാനം വിങ്സില്ലേ നമ്മൾ സ്റ്റേജിൽ കിട്ടുന്നത്, വിങ്സിൽ കീടം കുടുങ്ങിയിട്ട് വലിഞ്ഞപ്പോഴാണ് ഞാൻ ബോധം വരുന്നത്. ഞാനത് തെയ്യത്തെക്കുറിച്ച് ഡോക്യുമെൻ്ററി ചെയ്തപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് എല്ലായ്പ്പോഴും ഉണ്ടാവില്ല, എല്ലാ തെയ്യം കെട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല, ചില സമയത്ത് ഇതുണ്ടാവാറുണ്ട്. അപ്പോൾ പറഞ്ഞാൽ അച്ചട്ട പോലെ വലിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ ഇപ്പം ഈ സന്യാസിമാർ പറയുമ്പോൾ ഇപ്പം നമുക്കറിയില്ലേ, മറ്റേ യുക്തിവാദം കൊണ്ട് അരയുന്ന യുക്തിവാദിയായിട്ട് പോയിട്ട് സന്യാസിമാരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയിട്ട് അവസാനം സന്യാസിയായിട്ട് തിരിച്ചു വന്നത്. അദ്ദേഹം പുറകിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ചോദിച്ചു, രാമകൃഷ്ണ എൻ്റെ ധ്യാനം കഴിഞ്ഞിട്ട് പോരെന്ന് ചോദിച്ചു. പേര് ഇറക്കം വിളിച്ചു ചോദിച്ചു. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മളൊരു വീട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എനർജി ഉണ്ട് ഉണ്ടാവും നമുക്ക്. അപ്പോൾ ഈ ഹിന്ദുവിൻ്റെ പൂജ കാര്യങ്ങളൊക്കെ എല്ലാം ഇപ്പോൾ എല്ലാം ഒറ്റയടിക്ക് പറയും, എല്ലാവരും പറയും അത് അന്ധവിശ്വാസമാണ്. ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതിന് അന്ധവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ, ജീവിതത്തിൽ ഇത്തരം അത്ഭുതങ്ങളും അനുഭവങ്ങളും ഒക്കെയാണ് പലപ്പോഴും പുതിയ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിന് പ്രതീക്ഷ നൽകുന്നതും മുന്നോട്ട് നയിക്കുന്നതും ഒക്കെ ഇതൊക്കെ ആയിരിക്കും. അത് മാത്രമല്ല സാർ, പക്ഷെ എൻ്റെ ഒരു തോന്നലായിരിക്കും ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങക്കൊരു നിയോഗം ഉണ്ടായിരിക്കും. അങ്ങയുടെ ജന്മത്തിനും ജീവിതത്തിനും ഒക്കെ ഒരു നിയോഗമുണ്ട്. അതിന് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ ഭഗവാൻ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇതെല്ലാം അങ്ങനെ സാധ്യത. കാരണം ഞാൻ മൂകാംബിയെ പോകാനും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാനും ഇതിലേക്ക് പോകാനും ഇങ്ങനെ വരാനും നമ്മൾ അത് നമ്മുടെ ജീനിലുണ്ടാവും. ചിലപ്പോൾ അത് നമ്മുടെ ജീനിലുണ്ടാവും. അത് ഇപ്പോൾ പലരും പക്ഷേ ഇതൊരു അന്ധവിശ്വാസമാക്കിയിട്ട് ഇതിനെ ബിസിനസ്സാക്കി കൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ബിസിനസ്സാക്കി കൊണ്ട് നടക്കുന്നത്. പക്ഷേ ഇത് അല്ലാതെ ഇല്യൂഷൻസ് ഉള്ള ആൾക്കാരും ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ നിങ്ങളൊരു എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് വളർത്താനല്ല പറഞ്ഞത്. എൻ്റെ അടുത്ത് എൻ്റെ ഗുരുനാഥനൊക്കെ പറഞ്ഞു, അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു, വേണ്ടട്രാ ഇത് ഒഴിക്കാൻ ആവശ്യമില്ലാതെ ശാപം മുഴുവൻ വാങ്ങിച്ചു നോക്കും, നീ എന്തും പറയും അത് സംഭവിക്കും. പിന്നെ അതിൻ്റെ വേദന, മറ്റുള്ളവരുടെ വേദന നീ ഏറ്റെടുക്കണ്ട, അതുകൊണ്ട് ഇതിനെ വിട്ടേക്ക് തോന്നി. അങ്ങനെ മനഃപൂർവ്വം നമുക്ക് ആ ഉണ്ടായിരുന്ന സിദ്ധീനെ നമ്മൾ ഇല്ലാണ്ടായി. ഏറ്റവും ഇതുപോലെ അനുഭവമുണ്ട്. അതും ഞാൻ ഭയങ്കര ഞാൻ നെറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പം ഫേസ്ബുക്കിൽ എൻ്റെ കൂടെ പഠിച്ച് ജീൻ പോൾ, ഇപ്പോഴും അതുകൊണ്ട് ഞാൻ പേരിനെ പറയുന്നത്, ജീൻ പോളിനെ അറിയാത്തതാണ്, ചിലപ്പോൾ ജീൻ പോൾ കാണുന്നുണ്ടാവും. ജീൻ പോൾ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ടു. ഒരു കുട്ടി, അതായത് 1 വയസ്സുള്ള കുട്ടിയുടെ കാലും ഒരു പാദസരവും, കാല് മാത്രമേ ഉള്ളൂ, പാദസരം. രാത്രി 11-12 ആയിക്കണം. അപ്പോൾ ഞാൻ അപ്പം തന്നെ ജീൻ ഓൺലൈനിലുണ്ടോ, ഈ നമ്പറിലൊന്ന് വിളിക്കുന്നു. എൻ്റെ നമ്പർ കൊടുത്തു. അപ്പോൾ ജീൻ നമ്പർ വിളിച്ചു. വൈഫ് അതാണ്, വൈഫ് ഫോൺ കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, ജീൻ പോളെ ഈ കുട്ടിയുടെ ഹാർട്ടിന് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അയ്യോ സാർ ഇതെങ്ങനെ അറിഞ്ഞു? ഈ കുട്ടി സൗദിയിലാണ്, എൻ്റെ സുഹൃത്തിൻ്റെ മകളാണ്. ഇതെങ്ങനെ നമ്മൾ ഏത് ശാസ്ത്രത്തിൻ്റെ ഇത് വെച്ചിട്ടാണ് ഇതിനെ നമ്മൾ വിലയിരുത്തുക? ജീൻ പോൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നീ കളവ് പറയേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ
പലപ്പോഴും ഇപ്പം എനിക്കുണ്ടായിട്ടും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ പറമ്പിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ എപ്പിസോഡ് മൊത്തം അന്ധവിശ്വാസം വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അല്ല, ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവം. എൻ്റെ പറമ്പ് മീനങ്ങാടിയിലെ എൻ്റെ പറമ്പിലൊരു പ്രശ്നം. അവിടെ പറമ്പിൽ കയറി കുറച്ച് കഴിഞ്ഞാൽ കോൺഷ്യസ് മൊത്തം പോകും. ഈ മനുഷ്യൻ നടന്നുകൊണ്ടേയിരിക്കും. ഒരാൾ അവിടെ കയറി സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലത്ത് 5 ഏക്കർ സ്ഥലം ഉണ്ടാവുക. 1, 2, 3, 4 അവസാനം ഇയാൾ മുള്ളണം. മൂത്രം ഒഴിച്ചാൽ കോൺഷ്യസിലേക്ക് വരുള്ളൂ. അതുവരെയും നടക്കും. ഇതെൻ്റെ അമ്മ പറഞ്ഞു കേട്ടുള്ള ചരിത്രം. അന്ന് നമ്മൾ ഇവർ പ്രകൃതിയായിട്ട് സംസാരിക്കും, പാമ്പിനോട് സംസാരിക്കും, എല്ലാ ഭൂതപ്രേതങ്ങളുമായിട്ട് സംസാരിക്കുന്ന സമയം. അതിന് അവരവരുടെ വഴിക്ക് വിടുക എന്നുള്ളതല്ലാതെ ഓരോ ഭൂമിക്കുണ്ട്. ചില ഭൂമിയിൽ നമ്മൾ എന്തുണ്ടാക്കിയാലും നന്നാവൂരെന്ന് പറയും. തിരുവനന്തപുരത്ത് ഒരു ഭൂമിയുണ്ട്, ക്ഷേത്രത്തിന് നേരെയുള്ള. കോഴിക്കോട് അവിടെ ഒരു പള്ളിയുണ്ട്, കുരിശുപള്ളി, അതിന് ഓപ്പോസിറ്റ് ഒരു ബിൽഡിങ്. അവിടെ എന്തുണ്ടാക്കാൻ നന്നാവില്ല. ഇങ്ങനെ ചില സ്പേസസ് ഉണ്ട്. നമ്മളവിടെ ചെല്ലുമ്പോൾ ആ സ്പേസിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ സ്പേസ് നമ്മളോട് സംവദിക്കും. ചില വ്യക്തികളെ ഞാൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. ഞാൻ തൊഴുതു വണങ്ങി ഭാര്യയും 2 മക്കളും, അത് മൂകാംബിയിൽ വെച്ചിട്ടാണ്. ഒരു വല്ലാത്ത മനുഷ്യൻ തൊഴുതു വണങ്ങി എൻ്റെ പേര് ചോദിച്ച് തോളെ തട്ടി 10-20 സ്റ്റെപ്പ് ഞങ്ങൾ നടന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ആളില്ല. ഉദാഹരണം പറഞ്ഞാൽ വിശ്വസിക്കുക, തോന്നലായിരിക്കും. ഞാനും വിചാരിക്കുന്ന തോന്നലായിരിക്കും. അല്ല, തോന്നലല്ല സാർ, ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അതിനെ നമ്മൾ ചില ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു, തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ തന്നെ അന്ധവിശ്വാസം. ചിലത് പ്രകൃതി നമ്മളെ വാൺ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഞാൻ ഇപ്പോഴും പറയാതെ, എനിക്ക് ഒരു ക്ഷേത്രമുണ്ട്, സ്വാമിജിയുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രമാണ്, ശിവക്ഷേത്ര. ഞാൻ അവിടെ ഇന്ന് പോയാലും ഞാൻ അങ്ങനെ വലം വെച്ച് ഒരു പോയിന്റിലെത്തുമ്പം പുറകിലുണ്ട് കേട്ടോ എൻ്റെ എക്സിബിഷൻ എന്നെൻ്റെ ഇപ്പോഴും പറയും. ആ ക്ഷേത്രത്തിൻ്റെ സ്വാമിജിയുടെ, ചിദാനന്ദപുരി സ്വാമിജിയുടെ ആ ക്ഷേത്രത്തിൻ്റെ പിന്നിൽ ആ ക്ഷേത്രത്തിൻ്റെ അംശമുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അത് പ്രൈവറ്റ് ഭൂമിയാണ്, പക്ഷെ അതിനകത്ത് ആ ക്ഷേത്രത്തിൻ്റെ എന്തോ വില പിടിച്ച അംശം അതിനകത്തുണ്ട്. നമ്മൾ പറയുന്നുണ്ട് അത് നോക്കേണ്ടത് കണ്ടത് അവരുടെ. എനിക്ക് അങ്ങനെ തോന്നലുണ്ടാവും. അത് അപ്പോൾ എല്ലാവർക്കും ഈ തോന്നലുണ്ട്. ഇതിനാരും അങ്ങനെ ഇനി പ്രേതമാണ് ഉപദ്രവിക്കാതൊന്നുമില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ പറയുന്ന ഇത് ആരെയും ഉപദ്രവിച്ചിട്ടില്ല. പക്ഷേ ഈ ഇല്യൂഷൻസ് അത് സത്യമായി ഭവിക്കാറുണ്ട്. വാസ്തവമാണത്. നമുക്ക് മൂന്നാമത്തെ ഒരു കണ്ണുണ്ട്, മുൻകൂട്ടി കാണാനും മുൻകൂട്ടി അറിയാനും ചിലത് കഴിഞ്ഞത് കാണാനും. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1921 സിനിമ ഞാൻ ചെയ്യാൻ കാരണം എന്താ? കണ്ടതാണ്. അപ്പം ആരോ വന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണത്. എനിക്ക് ഇത്രയും ദുരിതം ഉണ്ടാക്കുന്ന ആണ് ആ സിനിമ ചെയ്യാതിരിക്കുന്നതാണെങ്കിൽ എനിക്ക് നല്ലത്. എൻ്റെ ജീവിതത്തിൽ കുറേ മറ്റു ഗുണങ്ങളുണ്ടായേനെ. പക്ഷേ അത് പറയണമെന്നും അത് ഈ ലോകം അറിയണമെന്നും ഇപ്പം ഇതാ വന്നിരിക്കുന്നു, പത്മനാഭൻ വന്നിരിക്കുന്നു. വൈക്കം പത്മനാഭപിള്ള വന്നിരിക്കുമ്പം എനിക്ക് വൈക്കം പത്മനാഭപിള്ളയായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷേ വൈക്കം പത്മനാഭപിള്ള എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, എൻ്റെ കഥ പറയുന്നു. അപ്പോൾ അത് നമുക്കുണ്ടാക്കുന്നത് മൺമറിഞ്ഞ് പോയവരാണെങ്കിലും ശരി, അത് പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു കാരണമായിട്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം വിചാരിച്ചാൽ നടക്കില്ല. ഇപ്പോൾ എയുടെ സഹായം ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. അത് നടന്നിരിക്കണം എന്നുള്ളത് അവിടുത്തെ തീരുമാനമാണ്. നമ്മൾ പോകുന്ന റൂട്ട്, ഇപ്പം നിങ്ങൾ ഈ സ്റ്റുഡിയോ എവിടെയായിരുന്നു, ഇപ്പം എവിടെയാണ്, ഇതിന് കാരണം എന്താണ്, എപ്പോഴാണ് ഈ തോന്നലുണ്ടായത്? ഓരോ ആൾക്കാർക്കും ആ തോന്നലുണ്ടാകുന്നുണ്ട്, ഇപ്പം ഇന്നത് ചെയ്യണം. ചിലർക്ക് മുൻകൂട്ടി അത് ചെയ്താൽ ശരിയാവില്ല കേട്ടോ, എന്നിട്ട് നമ്മളത് ചെയ്യും, അപ്പോൾ കുഴിയിൽ വീഴും. അതുകൊണ്ട് എല്ലാം അന്ധമാണ് എന്ന് പറയുമ്പോൾ ഞാനിത് പല മറ്റേ യുക്തിവാദികളോടും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തെളിയിക്കാനൊന്നും പറ്റില്ല, എൻ്റെ അനുഭവമാണത്. എൻ്റെ അനുഭവം എനിക്ക് വിളിച്ച് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മളെന്തിനെ തെളിയിക്കുന്നത്? ഇതുപോലെ ഇപ്പം നിങ്ങൾ 100 കൂട്ടം ആൾക്കാർ ഇപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ
ഇത്തരം അനുഭവങ്ങളായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ചില വീടുകളുണ്ട്. ഒരു വീട് ചങ്ങനാശ്ശേരിയിൽ, അതും കൂടി പറഞ്ഞ് നിർത്താം നമുക്ക്. എനിക്കിന്ന് ഷാജിയാണെന്ന് തോന്നുന്നു ഡയറക്ടർ. പഴയ മനയായിരുന്നു. അവിടെ ഒരു ടെലിഫിലിമിൻ്റെ ഷൂട്ടിംഗ് വെച്ചു. ഷൂട്ടിംഗ് തുടങ്ങുന്ന സ്വിച്ച് കൊണ്ടുവന്ന് ക്യാമറ ചീത്തയായി. എനിക്ക് തോന്നുന്നു അളകപ്പനായി ക്യാമറ എന്ന്. അളകപ്പനാണ് എന്നോട് സംസാരിച്ചെന്ന് തോന്നുന്നു. ക്യാമറ ചീത്തയായി. അത് മാറ്റി വെച്ചു. അടുത്ത ക്യാമറ കൊണ്ടുവന്നു. അതും പ്രശ്നമായി. മൂന്നാമത്തെ ക്യാമറ കൊണ്ടുവന്ന് ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ നായിക സ്റ്റെപ്പ് എന്ന് താഴെ വീണ് ദേണ്ട കിടക്കുന്നു. അവിടെ ഷൂട്ടിംഗ് നടക്കുന്നില്ല. അവസാനം അവിടെ മുസ്ലിംസിനാണ് അത് തറവാട് വാങ്ങിച്ചിരിക്കുന്നത്. എൻ്റെ ഓർമ്മ കേട്ടോ, കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഒടുവിൽ പ്രശ്നം വെച്ചു. ബാധ ഒഴിപ്പിച്ചിട്ടാണ് ഷൂട്ടിങ്. പുള്ളിക്ക് ഒരു വാശി. അവിടെ വെച്ച് സിനിമ ഷൂട്ടിങ് അളകപ്പനാണെന്ന് എൻ്റെ തോന്നൽ അന്ന് ക്യാമറ വർക്ക് ചെയ്ത്. അതെന്തുകൊണ്ടാണ്? ചില സ്ഥലത്ത് നമ്മൾ ഉണ്ട് അവിടെ ശക്തി ഉണ്ടാവും. അത് ഓരോ എനർജി ഓരോ നല്ലതുണ്ടാവും, ചിലപ്പോൾ ചീത്തയായിരിക്കും. ചീത്ത സ്ഥലത്ത് താമസിച്ചാൽ ചീത്ത തന്നെ വരും. വീടിന് സ്ഥാനം നോക്കുക എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ആൾക്കാർ നോക്കും. ഇപ്പം ഗതി കെട്ടിട്ട് ഉള്ള ടൗണിൽ ഒരു 3 സെൻറ്റ് ആണെങ്കിൽ അവിടെ വീട് വയ്ക്കും. പിന്നെ അവിടെ ഉള്ള വരുന്നതൊക്കെ നമ്മൾ അനുഭവിക്കാന്നല്ലാണ്ട് വേറെ ഒന്നുമില്ലല്ലോ. സ്ഥാനം നോക്കാൻ കാര്യമില്ല. നമ്മൾ പറയും ഈ ഇന്ന മൂല നന്നായിരിക്കണം. ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ നടക്കില്ല. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.